Hi guys! So it's my first time doing a full length vlog, so I hope you guys like it. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ തുടങ്ങിയത് ഞങ്ങൾ ഇവിടെ ഈ സെമിട്രി കണ്ടിട്ടാട്ടോ. ഈ സെമിട്രിയിലാണ് ടൈറ്റാനിക്കിൽ മരിച്ചു പോയുള്ള ആൾക്കാരെ അടക്കിയിട്ടുള്ളത്. ഇത് ഹാലിഫാക്സിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ്, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ ആണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ ആട്ടോ ഇത് കാണാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഇത്താടെ ഫ്രണ്ടിന് ഇത് കാണണമെന്നായിരുന്നു മെയിൻ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വിട്ടത് ഈ സ്പ്രിംഗ് ഗാർഡനിലേക്കാട്ടോ. ഈ സ്പ്രിംഗ് ഗാർഡൻ ഹാലിഫാക്സിൻ്റെ രണ്ടാമതൊരു മെയിൻ അട്രാക്ഷനാണെന്നും പറയാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി കാം, വെരി ക്വയറ്റ്. എല്ലാവരും ഇവിടെ ഉണ്ടാവും, എല്ലാവരും വരും. ഒരു ചില്ല് പ്ലേസ് ആട്ടോ. നമുക്ക് എല്ലാവർക്കും വന്ന് ഒരു പിക്നിക്കിനൊക്കെ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ വരാൻ, പ്രത്യേകിച്ച് സമ്മറിന്. സ്പ്രിംഗ് ടൈമിലാട്ടോ നല്ല ഭംഗിയിൽ. അപ്പോൾ ഈ കാണുന്ന മരം ഒരു ചെറി ബ്ലോസം ട്രീ ആണ്. കണ്ടാൽ പറയുമോ അല്ലേ, ഒരു ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്പ്രിങ്ങിന് വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നന്നായും ഫുള്ള് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ. ഇവിടെ സ്പ്രിങ്ങിൽ അടിപൊളിയാട്ടോ, കാരണം ഈ ടൈമിൽ ഇവിടെ വെഡ്ഡിങ്സ് ഒക്കെ നടക്കും. ആ കാണുന്നത് റോസ് ഫ്ലവേഴ്സാണ്. അതിങ്ങനെ ഫുൾ ബ്ലോസത്തിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഈ സ്പ്രിങ്ങിൽ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വെഡ്ഡിങ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഔട്ട്ഡോർ വെഡ്ഡിങ് ഒക്കെ വേണ്ടവർ ഇവിടെ വന്നിട്ടാട്ടോ വെഡ്ഡിങ് നടക്കുക. കാരണം നല്ല ഭംഗിയാണ്, ഫുള്ള് ഫ്ലവേഴ്സാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിയിലൊരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് കണ്ടു. ചിക്കൻ കണ്ടാൽ പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കും. അവിടെ നിന്ന് കയറി ഫ്രൈഡ് ചിക്കൻ മേടിക്കാൻ കയറി. ഇതൊരു കൊറിയൻ പ്ലേസാണ്. ഫ്രൈഡ് ചിക്കൻ കഴിക്കണമെങ്കിൽ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കഴിക്കണം, അടിപൊളിയാണ്. ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും അതുപോലെ തന്നെ ചീപ്പും കേട്ടോ. കാണുന്ന പോലെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ ഞങ്ങൾ 2 ഫ്ലേവേഴ്സാണ് മേടിച്ചത്. ഒരെണ്ണം നല്ല സ്പൈസി ആയിരുന്നു, ഒരെണ്ണം ഒരു മേയോ ഫ്ലേവറും ആയിരുന്നു. സ്പൈസി ആണെന്നാണ് അവർ പറഞ്ഞത്, നമുക്കതൊന്നും സ്പൈസിയായി ഫീൽ ആയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചിക്ക് സുവനീർ മേടിക്കണമെന്നുണ്ടായിരുന്നു. ഹാലിഫാക്സിൽ വന്നിട്ട് ഒന്നും മേടിക്കാണ്ട് പോണത് ശരിയല്ലല്ലോ, ലൈക്ക് ഒരു റിമെമ്പറൻസിന്. അപ്പോൾ സുവനീർ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ആർട്ടിഫാക്ട്സ് ഷോപ്പിലാണ് കയറിയത്. ഈ ഷോപ്പിൻ്റെ മെയിൻ തീം എന്ന് വെച്ചാൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. എല്ലാം നല്ല ഭംഗിയിൽ എല്ലാം സെറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസിന് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ നോവ സ്കോഷ്യയുടെ മെയിൻ എന്ന് പറയുമ്പോൾ ഫിഷിംഗ് ആണല്ലോ, ലോബ്സ്റ്റേഴ്സും അതൊക്കെ ആയതുകൊണ്ട് ഇവരുടെ മെയിൻ തീം തന്നെ ഒരു സീ ഫുഡാട്ടോ. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് ഒരു സീ കൾച്ചറാണ് നമ്മവിടെ കാണാം. നല്ല രസമാണ്. ഞങ്ങളും ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈം, എൻ്റെ ഇത്താക്ക് ഫസ്റ്റ് ടൈം. ഞങ്ങൾ ആദ്യമായിട്ടോ ഇവിടെയും വരുന്നത്, കയറാറില്ല. അപ്പോൾ വി എൻഡഡ് അപ്പ് ബൈയിങ് ദിസ്. ചേച്ചിക്ക് ഇതാണ് ഇഷ്ടമായത്. ഒരു സുവിനീറായിട്ട് അതാട്ടോ ഞങ്ങൾ മേടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ വാട്ടർ ഫ്രണ്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ചേച്ചി വാട്ടർ ഫ്രണ്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ചേച്ചീനെയും പിടിച്ച് അങ്ങോട്ട് നടന്നു. കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു ബസ് ഇറങ്ങിയിട്ടും. പിന്നെന്താ, നല്ല രസമല്ലേ, അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് കൊണ്ട് നടന്നു. പക്ഷെ തണുപ്പായിരുന്നു കേട്ടോ, അത്യാവശ്യത്തിന് നല്ല തണുവുണ്ടായിരുന്നു ദിവസം. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് ഫെറി ഉണ്ട്. ഞങ്ങൾ ആദ്യം ഫെറി എടുക്കാമെന്ന് വിചാരിച്ച് ഫെറി എടുത്ത് ഡാർട്ട്മൗത്ത് ക്രോസ് ചെയ്ത് തിരിച്ചു വരാമെന്ന്. പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ ടൈം സ്പെൻഡ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, വാട്ടർ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കയറേണ്ട ഒരു സംഭവമാണ് ഇത് നല്ല ഭംഗിയാട്ടോ. ഇത് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഹാലിഫാക്സ് വാട്ടർ ഫ്രണ്ടിൻ്റെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ കയറിയത് തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണ്. ബട്ട് നിങ്ങൾ ഹൈറ്റ് ഉണ്ടായിരിക്കണം. എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത കാരണം കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫോൺ വെച്ചിട്ടാട്ടോ എന്നെ പൊക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുക ചെയ്തത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ ദോ, ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കാൻ ഞാനും എൻ്റെ ഇത്തേയും കുറച്ച് നാളെ കാത്തിരിക്കുന്നു. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ചേച്ചി ഉണ്ടല്ലോ, എന്തായാലും ഒന്ന് പോയി കയറാമെന്ന്. കാരണം ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഫോഗ് കമ്പനി എന്നാണ് പേര്. ഇതിൽ കണ്ടില്ലേ കോട്ടൺ ക്യാൻഡി വെച്ചിട്ട് അവർ ഐസ്ക്രീം അതിൻ്റെ മുകളിലാട്ടോ ഐസ്ക്രീം സെർവ് ചെയ്യണത്. അത് അടിപൊളിയല്ലേ. അപ്പോൾ ഇവർ മേടിച്ചത് അവിടുത്തെ ഒരു മെയിൻ സംഭവം ആ മെനുവിലുള്ളതാണ്. ഞാനൊരു ബ്രൗണിയാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് നല്ല ഡെക്കറേറ്റഡ് ഒക്കെ ആയിട്ട് കിട്ടി. അങ്ങനെ പോണ വഴി ഞങ്ങൾ ഫാസിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഫാസിനെയും കൂട്ടാം കൂടെ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ഹാലിഫാക്സ് ഷോപ്പിംഗ് സെൻറ്ററിലാട്ടോ. അപ്പോൾ ഹാലിഫാക്സ് ഷോപ്പിംഗ് സെൻറ്ററിൽ
പെറ്റ് സ്മാർട്ട് ഉണ്ട്. അപ്പോൾ പെറ്റ് സ്മാർട്ടിൽ ഞങ്ങൾ എന്ന് ഹാലിഫാക്സ് ഷോപ്പിംഗ് സെൻറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെറ്റ് സ്മാർട്ടിൽ കയറി തന്നെ വേണം. കാരണം അവിടെ പല ടൈപ്പിലുള്ള എനിമൽസ് ഉണ്ട്. അവിടെ പെറ്റ്സ് ആയിട്ട് സ്നേക്ക് ഉണ്ട്, ജെർബിൾസ്, ഹാംസ്റ്റേഴ്സ്, കാറ്റ്സ്, ഫിഷ്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ കയറിയത്. അപ്പം മെയിന് എൻ്റെ ഇത്താക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ബെറ്റ ഫിഷിനെ. അപ്പോൾ ആളുടെ കയ്യിൽ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ബെറ്റ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ മരിച്ചു പോയി, പക്ഷേ അന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു. 2 ഫിഷുകൾ മേടിക്കും, പിന്നെ അവരെ വെയിറ്റ് അയക്കാൻ നോക്കിക്കലും, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെയും ഒരു ഫിഷ് ഉണ്ട്, ഒരു മോളിയാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഗ്ലോ ഫിഷാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഫിഷിനെ കാണുന്നത്. ലൈക്ക് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിങ്ങനെ തിളങ്ങാണ്, എന്ത് രസമല്ലേ, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതേ കണ്ടില്ലേ ജെർബിൽ, ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എനിമലാട്ടോ, വേഗം മരിച്ചു പോകും നമ്മളൊന്ന് കെയർ ആക്കിയില്ലെങ്കിൽ. ഈ കാറ്റിനെ കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ തോന്നിയതാ, ഭയങ്കര ഇഷ്ടമായി. കണ്ടില്ലേ ഭയങ്കര ഇണങ്ങിയിട്ടുള്ള ഒരു കാറ്റാണ്. ഞാൻ അവിടെ ഇങ്ങനെ കൈവച്ചപ്പോഴത്തേനും ആൾ വന്ന് പെറ്റ് ചെയ്യാൻ നിൽക്കുക. ഞാൻ പുറത്ത് സ്ക്രീനിൻ്റെ പുറത്താണ്, പക്ഷെ ആൾ നല്ല ഇണങ്ങിയിട്ടുള്ളൊരു പൂച്ചയാണ്. പക്ഷെ എനിക്ക് മേടിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളെ ഓണർ സമ്മതിക്കില്ല. അതിനകത്ത് കഴിഞ്ഞ് ഞങ്ങൾ മാളിൽ പോയി. അത് കണ്ടില്ലേ എന്ത് രസമല്ലേ. ഇത് ഒരു ബോഡി ഷോപ്പാട്ടോ, ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ കാണുന്നതെല്ലാം ബാത്ത് ബോംസ് ആണ്. ഇത് നമ്മളിങ്ങനെ ബാത്ത് ടബിലിട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് വരും. അപ്പോൾ കണ്ടില്ലേ എന്തോ ക്രിയേറ്റീവ് അല്ലേ, എന്ത് പല ടൈപ്പിലാണ്. ഇത് ഭയങ്കര നാച്ചുറലാട്ടോ ഇവിടുന്ന് മേടിച്ചത്. ഞങ്ങളൊരു ഹാൻഡ് ക്രീം മേടിച്ചിട്ടുണ്ട്, അടിപൊളി സാധനമാണ്. കൈമിട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിന് അത് പിന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു മോയ്സ്ചറൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇത്താക്ക് ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുണ്ടായിരുന്നു. ആൾ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോറുകളിൽ കയറി ഇറങ്ങി. ആൾക്ക് അവസാനം ഈ സ്റ്റോറിലെത്തിയപ്പോഴാട്ടോ. ഇത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറാണ്. എനിക്ക് എപ്പോഴും വരാൻ ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റോറാട്ടോ. അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ചു. ഇവിടുന്ന് പിന്നെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫുൾ ലെങ്ത് വ്ളോഗ്. I hope you guys liked it, and I hope you subscribe and stay tuned for more. Thank you. Bye-bye.